അപ്പോ ഷിയാസ്ക പാട്ട് പാടിയാലോ? ഷിയാസ്ക നമ്മളെ പ്രവേശില് എൻ്റെ ഒരു വൈറലായിട്ടൊരു സോങ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ്, ഒരു തിങ്കളാഴ്ച പാട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഏറ്റവും കൂടുതൽ വൈറലാക്കിയ ഒരു ആർട്ടിസ്റ്റാണ് ഷിയാസ്ക അന്ന് ആ ഫ്ലോറിൽ പാടിയിട്ടുണ്ടായിരുന്നു. അത് പാടിയാൽ മതിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിങ്കളാഴ്ച പാട്ട്? കേട്ടിട്ടുണ്ടോ? അതുപോലെ മാപ്പിളപ്പാട്ട് പാടണോ? വേണ്ട. അപ്പൊ അതിലൊരു 7 വരിയാണ് അന്ന് അത് വൈറലായത്. അത്യാവശ്യം എയറിലൊക്കെ കയറിയിരുന്നു. എയറൊന്ന് ഡൗൺ ആയപ്പോൾ വീണ്ടും എയർ കേട്ടിട്ട് ഷിയാസ്ക കൂടിയിട്ടാണ്. എന്തായാലും ഇങ്ങനെ വേദിയിൽ വീണ്ടും പാടാനുള്ളൊരു അവസരം. ഓക്കെ, നോക്കാം. അപ്പൊ അതിലൊരു 7 വരി, അതിന്റെ മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ അപാകതകളൊക്കെ ഉണ്ടായിരിക്കും. കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല, കാരണം ഇരിക്കുന്ന ഓരോരുത്തരും എടുത്തു പറയാനുള്ള ഒരു വേദിയാണ്. റസോക്ക മുതൽ ഷിയാസ്ക മുതൽ അറിയുന്ന നമ്മുടെ കൺട്രോളേഴ്സ്, അതുപോലെ സുരേച്ചേട്ടൻ എന്റെ ആദ്യ സംവിധാന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്താണ് അമീറിന്റെ. ഇപ്പോൾ വിദൂര എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓർമ്മയുടെ നല്ലൊരു ഏകദേശം ഒരു 2 വർഷം മുമ്പാണ്. ഓക്കെ, അതുപോലെ റാഫി സരിക, അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇരിക്കുന്ന ഓഡിയൻസിൽ മാക്സിമം എല്ലാവരും ഒരുമിച്ച് അഭിനയിച്ചവരും ഒരുമിച്ച് വർക്ക് ചെയ്തിറക്കിയാണ്. എന്തായാലും ആ ഒരു 7 വരി ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. ആദ്യം കണ്ടത് തിങ്കളാഴ്ച, പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, തമ്മിൽ കണ്ടത് ബുധനാഴ്ച, ഞായറാഴ്ച, നീ ചിരിച്ചത് വെള്ളിയാഴ്ച, കൂടെ വന്നത് ശനിയാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കട കാഴ്ച, ഞായറാഴ്ച കണ്ട കാഴ്ച സങ്കട കാഴ്ച.